കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി മലപ്പുറം ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ ജനങ്ങൾ. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നതിൽ ഭീതിയോടെയാണ് കോളനി നിവാസികൾ കഴിയുന്നത്. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിന് തൊട്ടടുത്ത് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും ആനകൾ കാടിറങ്ങും. രാത്രിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പലപ്പോഴും വീട്ടുമുറ്റത്തും പരിസരത്തും ആനക്കൂട്ടങ്ങൾ ഉണ്ടാകും. കൃഷിയും മറ്റും നശിപ്പിച്ചാണ് മടക്കം. ആനശല്യം ഉള്ളതിനാൽ പ്രദേശത്തേക്ക് ടാക്സി വാഹനങ്ങൾ പോലും വരാൻ മടിക്കുകയാണ്. പ്രദേശത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് കോളനി നിവാസികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. ഇന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആന വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിക്കും. അതുപോലെ തന്നെ അവരെ അവിടെ നിന്ന് RRT വിളിക്കാൻ പറയും. RRT വരും. കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ ഓടിച്ച് വിടുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. പക്ഷെ അവർ ഓടിപ്പിച്ച് പോയതിന് പിന്നാലെ തന്നെ ആന വീണ്ടും തിരിച്ച് വീടിൻ്റെ മുറ്റത്തേക്കും അല്ലെങ്കിൽ വീടിൻ്റെ പരിസര ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ്. വൈകുന്നേരമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വീട്ടിലേക്ക് വരാനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. കാട്ടാന ശല്യത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും കലക്ടർ അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. MLA ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 16-ാം തീയതി കലക്ടർക്ക് നേരിട്ട് ഞാൻ പോയിട്ടൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ 2 പേർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. ആദിവാസി കോളനിയിലെ പുഞ്ചയിൽ വെള്ളനും പൽപ്പിനിയുമാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പ്രദേശത്ത് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ച് കോളനി നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.